വയൽനാടെന്നും വനനാടെന്നും കേൾവികൊണ്ട മനോഹരമായ ഒരു ഭൂപ്രദേശം. വന്യമായ ആസുരമായ വനത്തിൽ ഇടതൂർന്ന മാമരങ്ങളുടെ നീണ്ട നിരകൾ. പശ്ചിമഘട്ടത്തിന്റെ മനോഹരവും സുഭിക്ഷവുമായ അതിർത്തികൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട പ്രദേശം. ചരിത്രം അതിൻ്റെ ഗരിമ തെല്ലും കുറയ്ക്കാതെ ഈ നാടിൻ്റെ മണ്ണിൽ അടയാളങ്ങൾ ബാക്കിയാക്കി കടന്നുപോയതിൻ്റെ തുടർച്ചയെന്നോണം കുടിയേറ്റത്തിൻ്റെ ഒഴുക്കും ആരംഭിച്ചു. പാലും തേനുമൊഴുകുന്ന നാട് തേടി പുറപ്പെട്ട പുറപ്പാടിൻ്റെ തലമുറയെ ഓർമ്മിപ്പിക്കും വിധം യാത്രയായവർ മലബാറിൻ്റെ മണ്ണിലിടം തേടി. ജീവിതച്ചാലുകൾ തീർത്ത് വിയർപ്പ് കൊണ്ട് പൊന്നു വിളയിക്കാൻ അവർ മണ്ണിലേക്കിറങ്ങി. അവർ വിതച്ചിട്ട വിത്തുകൾ 6ആയും 60ആയും 100ആയും പടർന്നു. പടുത്തുയർത്തിയ ആ പറുദീസയ്ക്ക് പേര് വയനാട് എന്നായി. വയനാടിൻ്റെ കേന്ദ്രമായ കൽപ്പറ്റയിലും കുടിയേറ്റത്തിൻ്റെ കാൽപെരുമാറ്റം കേട്ടു. പൈതൃകത്തിന് പേരുകേട്ട കൽപ്പറ്റയുടെ നിറകിയിൽ പൊൻതൂവലായി കർത്താവിൻ്റെ ആലയം അവർ കെട്ടിയുയർത്തി. വിശ്വാസത്തിൻ്റെ പൊൻതിളക്കത്താൽ പ്രശോഭിതരായ ഒരു ജനത ഇവിടെ ആത്മീയ അടിത്തറയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്ന് വയനാടിൻ്റെ സിരാകേന്ദ്രമായ കൽപ്പറ്റയെ തിരുഹൃദയത്തിൻ്റെ പ്രകാശരശ്മികൾ അലങ്കൃതമാക്കുകയാണ്. ഈ കുരിശിൻ്റെ പൊൻകിരണങ്ങൾ ഈ നാടിൻ്റെ വിജയത്തിളക്കമാവുന്നു. ഈ നല്ല ഇടയൻ്റെ തണലിൽ ആത്മീയ മേച്ചിൽപ്പുറം തേടി വിശ്വാസത്തിൻ്റെ പൊൻതിളക്കം ഈ നാട് കണ്ടറിയുന്നു. ആത്മീയതയോടൊപ്പം സാമൂഹികമായ ചുറ്റുപാടുകളിലെ അഴുക്കിടങ്ങളെ കഴുകി വൃത്തിയാക്കുന്നതിലും ബദ്ധശ്രദ്ധനാണ് ഈ വൈദികൻ. ഇടവക ഭരണം വിശ്വാസികളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് സാമൂഹിക പരിഷ്കരണ പ്രക്രിയയ്ക്ക് ഉതകും വിധം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടതാണെന്ന് അച്ഛൻ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. എൻ്റെ പേര് കുര്യൻ. ഞാൻ ഈ തിരുഹൃദയ ദേവാലയത്തിലെ അജപാലന ശുശ്രൂഷ സമിതിയുടെ കോർഡിനേറ്ററാണ്. തിരുഹൃദയ ദേവാലയം കൽപ്പറ്റ ഏറ്റവും പുരാതനമായ ഒരു ദേവാലയമാണ്. 1959 കാലഘട്ടങ്ങളിലാണ് ഈ ദേവാലയം പണിതീർത്തിരുന്നത്. അന്നത്തെ ബിഷപ്പായിരുന്ന ബഹുമാനപ്പെട്ട പത്രോണി പിതാവ് ഈ ദേവാലയം ആശീർവദിച്ച് വിശ്വാസികൾക്ക് കൈമാറി. ആ കാലങ്ങളിൽ മുതൽ ഈ ദേവാലയം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. ആ കാലങ്ങളിൽ ഈ ഇടവക വികാരിയായിരുന്ന സുക്കോളച്ചൻ ഈ പ്രദേശത്ത് ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങിച്ച് നിർധനരും നിരാലംബരുമായ ഇടവക ജനങ്ങൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി സൗജന്യമായി നൽകി. ആ സ്ഥലം ഇന്നും തിരുഹൃദയ നഗർ, ഫാത്തിമ നഗർ എന്നീ പേരിൽ അറിയപ്പെടുന്ന അവിടെ ഇന്നും ജനങ്ങൾ വസിക്കുന്നു. രണ്ടാം വത്തിക്കാൻ സുനദോസിൻ്റെ ദർശനം ഉൾക്കൊണ്ട് കേരള ലത്തീൻ കാത്തലിക് സഭയെ നയ രൂപീകരണ സമിതിയാണ് KRLCC. KRLCC വിഭാവനം ചെയ്ത് ഇടവക പ്രവർത്തനങ്ങൾക്ക് 6 ശുശ്രൂഷ സമിതികളുണ്ട്. അതിലാണ് ഞാൻ മേൽപ്പറഞ്ഞ അജപാലന ശുശ്രൂഷ സമിതി. ഇവിടുത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അജപാലന ശുശ്രൂഷ സമിതിയാണ് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ വർഷം മാർപ്പാപ്പ കാരുണ്യയുടെ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ഈ ഇടവകയിൽ 101 പേരടങ്ങിയ ഒരു കാരുണ്യസേന രൂപീകരിച്ചു. അത് മറ്റ് ഇടവകൾക്ക് ഒരു വലിയ പ്രചോദനവും മാതൃകയായി നിലകൊള്ളുന്നു. ഈ കാരുണ്യസേനയുടെ അംഗങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലെ ഒരു ഡിവൈൻ കൂട്ടായ്മ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ട്. അവരോട് ചേർന്ന് ഈ കാരുണ്യ സേന അംഗങ്ങൾ ഓരോ ദിവസവും ഭക്ഷണം ഉണ്ടാക്കാൻ അവരെ സഹായിച്ച് രോഗികൾക്ക് വിതരണം ചെയ്യുന്നു. പിന്നീട് അവർ രോഗി സന്ദർശനം നൽകുന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന തിരുവചനം ഉൾക്കൊണ്ട് ഇടവക വികാരി ഇവിടെ നേതൃത്വത്തിൽ
ഒരു ആംബുലൻസ് വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് നടപ്പിലാക്കുകയും ചെയ്തു. ഈ ആംബുലൻസ് കൽപ്പറ്റയിലും പ്രദേശങ്ങളിലുള്ള എല്ലാ രോഗികൾക്കും ഉപയോഗപ്രദമാകുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു രോഗി ഒരു ഭവനത്തിലുണ്ടായിരിക്കുമ്പോൾ പള്ളിയിൽ അറിയിച്ചാൽ ഉടനെ രോഗിയെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ഒന്നുമില്ലെങ്കിൽ അവരെ ഡോക്ടറെ കാണിച്ച് തിരിച്ച് ഭവനത്തിലേക്ക് സൗജന്യമായി കൊണ്ടുപോകും. ഇത് കോഴിക്കോട് രൂപതയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. പിന്നീട് അജപാലന ശുശ്രൂഷ സമിതിയുടെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അത് 10 കമ്മീഷനായി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബൈബിൾ കമ്മീഷൻ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ഭവനത്തിനൊരു ബൈബിൾ പദ്ധതി നടപ്പിലാക്കി. ഈ വർഷം ഒരാൾക്ക് ഒരു ബൈബിൾ എന്ന പദ്ധതി കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ ഇടവക ജനത്തിൻ്റെ ആത്മീയ നവീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി 14 കാരുണ്യ പ്രവർത്തനങ്ങൾ ബോധവൽക്കരിക്കാനുള്ള സംരംഭം നടത്തി കഴിഞ്ഞു. അതനുസരിച്ച് ഇടവക ജനങ്ങളെ ഒരുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് സഭയെപ്പറ്റിയും ആത്മീയമായ വിവരങ്ങൾ അറിയാൻ വേണ്ടിയും സൺഡേ ശാലോം, ശാലോം ടൈംസ്, വചനോത്സവം, ജീവനാദം എന്നീ പ്രസിദ്ധീകരണങ്ങൾ ഓരോ ഭവനത്തിനും നൽകി വരുന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി ഇതുവരെ ധ്യാനത്തിൽ പങ്കെടുക്കാത്ത വ്യക്തികളെയും കുടുംബങ്ങളെയും തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അവർക്ക് തൊട്ടടുത്തുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ അവരെ കൊണ്ടുപോയി ധ്യാനിപ്പിക്കുവാനും മാസത്തിലൊരിക്കൽ ഒരു ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും അത് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ശാലോം നടത്തുന്ന ജാഗരണ പ്രാർത്ഥന കൂട്ടായ്മയാണ്. അതിൽ ഓരോ മാസവും 20 പേരെ കൊണ്ടുപോകുന്നുണ്ട്. 16 മാസങ്ങളായത് കർത്താവ് അതിന് ഒരു തടസ്സവും ഇതുവരെ നടത്തിയിട്ടില്ല. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനം, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ എന്നുമെന്നും പ്രശോഭിക്കും. ഈ തിരുവചനത്തിൻ്റെ ശക്തി ആർജിച്ച് ഇടവക ജനത്തെ ആത്മീയ ചൈതന്യത്തിലും ആത്മീയ വിശ്വാസത്തിലും വളർത്തുവാൻ ശാലോമിനും ശാലോം TV പ്രവർത്തകർക്കും ശാലോം ശുശ്രൂഷയും സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. സിസ്റ്റർ മേബിൾ ആൻ്റണി രചിച്ച് ശ്രീ നോബർട്ട് പള്ളത്ത് സംഗീതം നൽകിയിരിക്കുന്ന സ്നേഹാഗ്നി ജ്വാലയിൽ എരിയുന്ന തിരുഹൃദയത്തിൻ്റെ ഈരടികൾ നമുക്കായി ആലപിക്കുന്നു ഗായക സംഘം. സ്നേഹത്താൽ പകരേണമേ നിൻ ജീവാമൃതം നിർമ്മലമാക്കേണമേ മാനസം. യേശുവിൻ തിരുഹൃദയമേ കാത്തിടേണമേ ഞങ്ങളെ, നിൻ തിരുമുറിവിൽ മറച്ചിടണേ നിൻ മക്കൾ ഞങ്ങളെ. യേശുവിൻ തിരുഹൃദയമേ
ചൊരിഞ്ഞിടണേ. നിന്നാത്മജലധാര ഒഴുക്കിടണേ. കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടണേ. യേശുവിൻ തിരുഹൃദയമേ, കാത്തിടേണമേ ഞങ്ങളെ. നിൻ തിരുമുറിവിൽ മറച്ചിടണേ. നിൻ മക്കൾ ഞങ്ങളെ. യേശുവിൻ തിരുഹൃദയമേ, കാത്തിടേണമേ ഞങ്ങളെ. നിൻ തിരുമുറിവിൽ മറച്ചിടണേ. നിൻ മക്കൾ ഞങ്ങളെ. ആശ്രയത്തോർക്കെന്നും ആശ്രയമേകും ആശ്രിതവത്സല ഹൃദയനാഥാ. ആശയത്തോർക്കെന്നും ആശ്രയമേകും ആശ്രിതവത്സല ഹൃദയനാഥാ. അടിയങ്ങൾ ഞങ്ങൾ പുൽകിടുന്നു നിന്നെ ചേർത്തിടണേ നിൻ സവിധേ. അടിയങ്ങൾ ഞങ്ങൾ പുൽകിടുന്നു നിന്നെ ചേർത്തിടണേ എന്നും നിൻ സവിധേ. സ്നേഹാഗ്നിജ്വാലേ തിരിയും ഹൃദയമേ, നിറയ്ക്കേണമേ എന്നും നിൻ സ്നേഹത്താൽ. പകരേണമേ നിൻ ജീവാമൃതം, നിർമ്മലമാക്കേണമേ മാനസം. സ്നേഹാഗ്നിജ്വാലയിൽ എരിയും ഹൃദയമേ, നിറയ്ക്കേണമേ എന്നും നിൻ സ്നേഹത്താൽ. പകരേണമേ നിൻ ജീവാമൃതം, നിർമ്മലമാക്കേണമേ മാനസം. യേശുവിൻ തിരുഹൃദയമേ, കാത്തിടേണമേ ഞങ്ങളെ. നിൻ തിരുമുറിവിൽ മറച്ചിടണേ. നിൻ മക്കൾ ഞങ്ങളെ. യേശുവിൻ തിരുഹൃദയമേ, കാത്തിടേണമേ ഞങ്ങളെ. നിൻ തിരുമുറിവിൽ മറച്ചിടണേ. നിൻ മക്കൾ ഞങ്ങളെ. നിൻ മക്കൾ ഞങ്ങളെ. നിൻ മക്കൾ ഞങ്ങളെ. തലമുറകളായി നമുക്ക് കൈമാറ്റം ചെയ്തു കിട്ടുന്ന വിശ്വാസം, അത് പരിപോഷിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും ഇന്നത്തെ തലമുറയുടെ കടമയാണ്. വിശ്വാസത്തിൻ്റെ ആഴക്കടലിൽ ഊളിയിട്ടുകൊണ്ട് ദൈവാനുഭവത്തിൻ്റെ രത്നങ്ങൾ വാരിക്കോരിയെടുക്കാൻ നമ്മുടെ മക്കളെ സജ്ജമാക്കുവാൻ മതബോധന രംഗം എന്നും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. കൽപ്പറ്റ തിരുഹൃദയ ദേവാലയത്തിലെ 15 അധ്യാപകർ ഉൾക്കൊള്ളുന്ന മതബോധന രംഗം ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛൻ്റെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും വളരെ സജീവമായി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 170ഓളം കുട്ടികൾ ഇന്ന് മതബോധന രംഗത്ത് വിശ്വാസം പരിശീലിക്കുന്നുണ്ട്. നഴ്സറി ക്ലാസ് മുതൽ ബൈബിൾ ക്ലാസ് വരെയുള്ള ഇളം മനസ്സുകളെയും വ്യക്തിത്വങ്ങളെയും വളർത്താനും പരിപോഷിപ്പിക്കാനും അവർക്കാവശ്യമായ എല്ലാവിധ അവസരങ്ങളും ഒരുക്കി കൊടുക്കാനും അധ്യാപകർ സദാ പരിശ്രമിക്കുന്നു. അവർക്ക് വേണ്ട സെമിനാറുകൾ, ക്ലാസുകൾ, കലാകായിക പരിപാടികൾ, വിൻസെൻ്റ് പോൾ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇടവകയുടെ മിഷൻ പ്രവർത്തനങ്ങൾ,
കൽപ്പറ്റ കാർണിവൽ, തിരുനാളുകൾ ഇവയിലെല്ലാം തന്നെ മതബോധന വിദ്യാർത്ഥികൾ അവരുടെ സജീവ സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ കൽപ്പറ്റ കാർണിവലിൽ ഏകദേശം 8,000 രൂപയോളം മതബോധന വിദ്യാർത്ഥികൾ കളികളിലൂടെ സമാഹരിക്കുകയും കരുണയുടെ വർഷത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് ആംബുലൻസ് വാങ്ങാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. അതുപോലെ തന്നെ നിത്യസഹായ മാത മുണ്ടേരിയിലും തിരുഹൃദയ ദേവാലയം കൽപ്പറ്റയിലും തിരുനാൾ അവസരങ്ങളിലും അവരുടെ കലാവിരുദ്ധം ആസ്വദിക്കാനും അത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. സെമിനാറുകൾ കുട്ടികൾക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം മാതാപിതാക്കൾക്കും സംഘടിപ്പിക്കുന്നുണ്ട്. അവരുടെ വ്യക്തിത്വ വികസനത്തിനും ആത്മീയവും ഭൗതികപരവുമായ എല്ലാവിധ വളർച്ചയ്ക്കും വേണ്ട കൗൺസിലിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് 10, 11, 12 ബൈബിൾ ക്ലാസ്സിലെ കുട്ടികൾക്കായി അനേകം കൗൺസിലിംഗ് കോഴ്സുകളും അതിനുള്ള അവസരങ്ങളും നൽകി വരുന്നു. എല്ലാ ദിവസവും പ്രത്യേകിച്ച് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ കുട്ടികൾക്ക് നിർദ്ദേശിക്കുകയും അനേകം പേര് അതിന് പല പള്ളികളിലും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി വരുന്നു. കുട്ടികളുടെ വിശ്വാസപരമായ വളർച്ചയ്ക്ക് വേണ്ടി ഫ്രാൻസിസ് അച്ഛൻ പദ്ധതിയിടുന്ന സമ്പൂർണ്ണ ബൈബിൾ വായന, കുട്ടികളുടെ തന്നെ ഗ്രൂപ്പുകളെ തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഓരോ ഗ്രൂപ്പുകാരും അവരവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അധ്യാപകരുടെ നേതൃത്വത്തിൽ പുതിയ പ്രവർത്തനങ്ങൾ പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മതബോധന രംഗം വളരെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ഇതിന് നേതൃത്വവും പിന്തുണയും നൽകുന്ന ഫ്രാൻസിസ് അച്ഛനെയും ഇതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന 15 അധ്യാപകരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ ഓരോ ക്ലാസ്സുകളും വളരെ അർത്ഥവത്തായ രീതിയിൽ മുന്നേറുകയും വളരെ നന്നായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യം. വിശുദ്ധ തോമാസ് ലീഹായുടെ സ്തുതികൾ ആലപിച്ചുകൊണ്ട് നൃത്തച്ചൂടുകൾക്ക് അരങ്ങൊരുക്കുകയാണ് ഇടവകയുടെ മക്കൾ. ദൈവവചനത്തിൻ്റെ സാക്ഷ്യം സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അപ്പസ്തോലനോടൊപ്പം നമുക്കും പ്രഘോഷിക്കാം ജീവൻ്റെ വചനം.